കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ഗുരുവായൂരിലെ വ്യാപാരിയായ മുസ്തഫ ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി പ്രഗിലേഷിന് ഗുരുവായൂരിലെത്തിച്ചു. ഒളിവിൽ പോയ പ്രഗിലേഷിനെ മുംബൈയിലെ പാൽഘർ ജില്ലയിൽ നിന്നാണ് പിടികൂടിയത്. ഇന്ന് ഗുരുവായൂരിലെത്തിച്ച പ്രതിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. സീനിയർ CPO VL സതീഷ് കുമാർ, ASI K ഷാജൻ, K കൃഷ്ണപ്രസാദ് എന്നിവർ ചേർന്നാണ് മുംബൈയിൽ നിന്നും പ്രതിയെ കണ്ടെത്തിയത്. ഒരാഴ്ചത്തെ പരിശ്രമം കൊണ്ടാണ് പ്രതിയെ പിടികൂടാൻ സാധിച്ചതെന്ന് അന്വേഷണ സംഘത്തിലുണ്ടായവർ പറഞ്ഞു. ഒക്ടോബർ 10-നാണ് വ്യാപാരിയായ മുസ്തഫയെ കർണംകോട്ട് ബസാറിലെ വാടക വീട്ടിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പലിശക്കാരുടെ ഭീഷണി മൂലമാണ് താൻ ആത്മഹത്യ ചെയ്യുന്നതെന്ന കുറിപ്പും ഉണ്ടായിരുന്നു. ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പ്രഗിലേഷ്, ദിവേക് എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഇരുവരുടെയും വീടുകളിൽ റെയ്ഡ് നടത്തിയിരുന്നുവെങ്കിലും ഇവരെ കണ്ടെത്താനായിരുന്നില്ല. പ്രഗിലേഷിന്റെ വീട് അടഞ്ഞുകിടന്നിരുന്നതിനാൽ കോടതിയുടെ അനുമതി വാങ്ങി പൂട്ടു തകർത്താണ് റെയ്ഡ് നടത്തിയത്. പ്രഗിലേഷും ദിവേഗും മുസ്തഫയെ വീട്ടുകാരുടെ മുന്നിലിട്ട് മർദ്ദിച്ചതായും പരാതിയുണ്ടായിരുന്നു. 6 ലക്ഷം കടമെടുത്തതിന് 40 ലക്ഷത്തോളം തിരിച്ചടച്ചുവെന്നും ഭൂമി എഴുതി വാങ്ങിയെന്നും മുസ്തഫ കത്തെഴുതി വച്ചിരുന്നു. ഇതേ തുടർന്ന് പ്രഗിലേഷിനെ 1-ാം പ്രതിയാക്കി ടെമ്പിൾ പോലീസ് കേസെടുത്തതോടെ പ്രഗിലേഷും കുടുംബവും ഒളിവിൽ പോവുകയായിരുന്നു. മൊബൈൽ ഫോണുകൾ ഓഫ് ചെയ്ത ശേഷം ഇവർ കാറിൽ കറങ്ങുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ ഇത് വ്യക്തമാക്കുകയായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് മുംബൈയിലെത്തിയപ്പോൾ പിന്തുടർന്നെത്തിയ ടെമ്പിൾ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി മുംബൈയിലെ കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് നാട്ടിലെത്തിച്ചത്.